വീഡിയോ എഡിറ്റിംഗ് ചെയ്യുവാണ്. ചില എക്സോസ്റ്റായി. ഒരു പ്ലാൻ ഉണ്ടാക്കാം. ലക്ഷ്മി സുനോണ നമുക്ക് കാപ്പി കുടിക്കാൻ പോയാലോ? അയ്യാ, ഇവിടെ കാപ്പി ഉണ്ടാക്ക്, എന്നിട്ട് ശകലം ഗ്ലാസ്സോ വല്ലതും കഴിക്കാനും എടുത്തു. നമുക്ക് അമ്മമാരെ കൊണ്ടൊന്ന് വെളിയിൽ പോയിട്ട് വരാം. സ്റ്റാർബക്സ് അയ്യാ. ആയോ എല്ലാ സാധനം? ഞങ്ങളൊരു കാപ്പി കുടിക്കാൻ പോവാ. അതെവിടെയാ പോകേണ്ടത്, ഞാൻ എവിടെയാ പോകുന്നത് നിങ്ങളെ കാണിക്കാം. എവിടെ? നമ്മൾ ഈ വഴിയെ പോയിട്ടില്ല കേട്ടോ, നമ്മൾ ഈ വഴിയെ പോയിട്ടില്ല. തെങ്ങ ഞങ്ങളെല്ലാം വീട്ടിൽ ചുമ്മാ ഇരിക്കുവായിരുന്നേ. അപ്പം കാപ്പി കുടിക്കുന്ന സമയമായി. അപ്പം കാപ്പി കുടിക്കുന്ന സമയമായപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പോയി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഒരു വലിയ ലേക്കുണ്ട്, ലേക്ക് സൈഡ്. അവിടെ അവർ നല്ലപോലെ ബീച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കാപ്പി കുടിക്കാമെന്ന് ഓർത്തു. അതുകൊണ്ട് അങ്ങോട്ട് പോകുക. അതുകൊണ്ട് നല്ല സ്ഥലം കാണാൻ. നമ്മുടെ നാട്ടിൽ തേക്ക് കൃഷി റോഡിന് നടുക്ക് കണ്ടോ, ഈ പുല്ലൊക്കെ ചെത്തി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ വൈറ്റ് ഹൗസ് പോലത്തെ വീട്. നമ്മളിപ്പം ലേക്കിന്റെ അടുത്തെത്തി. ലേക്ക് ഉണ്ടോ സൈഡിൽ? നമ്മള് പോകുന്ന അവിടെ അടച്ചിട്ടിരിക്കാം. തോടാണോ നദിയാണോ കടലാണോ? ഡാം അത് നോക്കിയേ. ഡാം ലേക്ക് ആക്കി വെച്ചിരിക്കുക. ലേക്കിനെ ഡാം ആക്കി വെച്ചിരിക്കും. നമ്മള് ക്യാമ്പിങ്ങിന് പോകുമ്പോ നമ്മള് അവിടെയാ പോകുന്നത്. നമ്മൾ എത്താറായേ. ഇവിടുന്ന് അതുകൊണ്ട് ആൾക്കാർ ബോട്ടും ഒക്കെ ആയിട്ട് വരുന്നതാണ്. സൈഡിലോട്ട് കണ്ടോ ബോട്ട്, സുപ്രയുടെ ബോട്ട്. ഓപ്പൺസ് 8 to 9 PM. കഴിഞ്ഞ പ്രാവശ്യമേ ഇത് അടഞ്ഞായിരുന്നു. അവരെന്തോ മെയിൻ്റനൻസ് ചെയ്യുമായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇപ്പോഴും അടഞ്ഞു കിടക്കുമായിരിക്കും. ആനുവൽ പാസസ് will need to be scanned before entry. Entrance fee per vehicle. Thank you. മാനുണ്ട് ഇവിടെ, ഇഷ്ടം പോലെ മാനുണ്ട്. നമ്മള് രാത്രിക്ക് വരുമ്പോ റോഡിലെല്ലാം കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും. എത്തി. എവിടെയെങ്കിലും നമുക്ക് ഇങ്ങനെ ആഹാരം വന്ന് ഉണ്ടാക്കാം. ഇവിടെ ഉണ്ടാക്കി കഴിക്കാനുള്ള പരിപാടികളാണ്. പക്ഷേ മുന്നോട്ട് പോകാം. നമുക്കും കൊണ്ടുവരാം. നിങ്ങൾക്ക് അത് പാചകം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വാഷ്റൂം ഒക്കെ ഉണ്ട്. വാഷ്റൂമിക്ക് പാസ് ചെയ്യാൻ എനിക്ക് ബീച്ച് അപ്പുറമാണ്. എവിടെയാ പോണ്ടേ? നമുക്കത് മുന്നോട്ട് പോയി നോക്കാം. നമുക്ക് ഇനി പോയി കാപ്പി കുടിക്കാം. ബാക്കി ആൾക്കാരെല്ലാം ചിക്കൻ കഴിക്കുമ്പോൾ നമ്മള് ഡിന്നർ ടൈമില് ഞങ്ങളുടെ സ്നാക്ക് ടൈമാണ്. സാധനങ്ങൾ എടുത്തോ. പാപ്പ ഇന്ന തൊപ്പി ചാത്ത എന്തായാലും എന്നാ പാപ്പ പിടിച്ചേ. കൊട പിടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പിടിക്കാം.
താഴെ നോക്കി നടക്കണേ. പാമ്പിന്റെ അല്ല, ഈ തടഞ്ഞ്. ഇവിടെ ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാനും പിന്നെ ബാർബിക്യൂ ഉണ്ടാക്കാനും ഉള്ള എല്ലാ സംവിധാനവും ഒക്കെ ഉണ്ട്. ദേവമ്മേ, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ. എൻ്റെ ലക്ഷ്മിയുടെയും ഒരു ഷോട്ട് പോലും എടുത്തില്ല ഞങ്ങൾ. അയ്യോ, ഇവിടെ ഇരിക്കാം, ബാ മമ്മി, ഇവിടെ ഇരിക്കാം. ഇവിടെ ഇവിടെ കസാരയൊക്കെ ഇടാം. രസമല്ലേ? you can go. अभी नहीं, पहले बैठो थोड़े. प्लेग्राउंड में जाओ जाओ जाओ. पापा ഫോട്ടോ എടുത്ത് മടുത്തു. ഒരു 100 ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മമാര് ഇത് ഇത്രയും സായിപ്പും മദാമിനെ ഒരുമിച്ച് ആദ്യമായിട്ട് കാണുമോ? രശ്മി കാപ്പിക്ക് വേണ്ടി കപ്പ് എടുത്തതാ. ഇതെൻ്റെ വിരൽ പോലും കയറുകയില്ല അതിനകത്ത്. ഇത് കണ്ടോണേ, ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടോണം. അല്ല, ഇത്രേ ഉള്ളൂ. വലിയ കപ്പ് എടുക്കത്തില്ലായിരുന്നോ? ഇതാണ് ഞങ്ങൾ കാപ്പി കുടിക്കാൻ വന്ന സ്ഥലം. നല്ല സെറ്റല്ലേ? അവരെ നോക്കി ചിരിക്കരുത്. അവരിട്ടിരിക്കുന്നൊന്നും കണ്ടോണ്ട് നോക്കി ചിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം രശ്മിയും പറഞ്ഞു രശ്മിക്കും അതുപോലെ നടക്കണമെന്ന്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഈ കാപ്പിക്കകത്ത് തന്നെ ശല എണ്ണമയം. പാം ഷുഗർ ക്യാ? ഇവിടുത്തെ ഗവൺമെൻറ് നമ്മുടെ പബ്ലിക്കിന് വേണ്ടി ഇതുപോലത്തെയൊക്കെ ഓരോരോ റീക്രിയേഷൻ സെൻറ്റേഴ്സും ലേക്ക് സൈഡിൽ ഒരു സിമ്പിളായിട്ടുള്ള ബീച്ചും പിന്നെ അതിനുള്ള ഫെസിലിറ്റി, വാഷ്റൂം, ബാർബിക്യൂ ചെയ്യാൻ, ഇരിക്കാൻ, പിന്നെ സേഫ്റ്റിക്കുള്ള സാധനങ്ങൾ, അവിടെ ലൈഫ് ജാക്കറ്റ് അതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബോട്ടിങ് ചെയ്യാം ഇവിടെ. അങ്ങനത്തെയൊക്കെ ഓരോരോ ഫെസിലിറ്റീസ് ഇതിവിടെ ഗവൺമെൻറ് തരും. നമുക്ക് ഫിഷിങ്ങും ചെയ്യാം, ഇവിടെ ഫിഷിങ്ങും ചെയ്യാം. അപ്പോൾ എല്ലാവിധമായിട്ടുണ്ടല്ലോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് എന്നേലും കാണും. ഒന്നല്ല, കുറേ കാര്യങ്ങൾ കാണും. നമുക്ക് വീക്കെൻഡ് ചുമ്മാ ഒന്ന് ടൈം പാസ് ചെയ്യാം. അത് നമ്മൾ കൊടുക്കുന്ന ടാക്സിൻ്റെ ഒരു നല്ലൊരു റിട്ടേൺ ആണ് അത്. ആ ഒരു കാര്യം ഇവിടുത്തെ എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസീവാണ്. അത് എല്ലാം ഗവൺമെൻറ്റും അതുപോലത്തെ ചെയ്യണം നമ്മുടെ പബ്ലിക്കിന് വേണ്ടി. വെള്ളത്തിൽ ഇറങ്ങണോ? അമ്മയൊക്കെ ബീച്ചിലോട്ട് ഇറങ്ങി അവരവിടെ ഇരുന്നിട്ട് കളിക്കുന്നു. അവരെ സാൻഡ് കാസലൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നോക്കിയിട്ട് വരാം. പാപ്പയ്ക്ക് വെള്ളം വേണോ? ബാ, ഇതെടുത്തോ, ബക്കറ്റ് എടുത്തോ, ബാ. എന്നൊക്കെ ഉണ്ടാക്കി പാപ്പ? എന്നാ കാസലാ ഇത്? കാസൽ കൊള്ളാമല്ലോ, വെരി നൈസ്. എന്നൊക്കെ ഉണ്ടാക്കിയത്. ബാ, ഇതില്ലേ അമ്മി, ഈ മണൽ ഇത് ആർട്ടിഫിഷ്യലാണ്. ആർട്ടിഫിഷ്യൽ എന്ന് വെച്ചാൽ ഇത് നാച്ചുറൽ അല്ല, ഇവിടുത്തെ ഗവൺമെൻറ് കൊണ്ട് ഇടുന്നതായി മണൽ. ബാ പാപ്പ വെള്ളം എടുത്തു തരാം. ബാ,
ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതിപ്പം ഒരു 3-4 മാസം മുമ്പില്ലേ ഇതിവിടെ പണി നടക്കുമായിരുന്നു. അവർ കൊണ്ട് മണൽ ഈ രീതിയിലുള്ള മണൽ കൊണ്ടുവന്ന് അവരെല്ലാം ഫിക്സ് ചെയ്താ. പാപ്പേ പിന്നെ പാപ്പയ്ക്ക് വെള്ളം വേണം കാസൽ ഉണ്ടാക്കാൻ. You need some? ദേ വെള്ളം. ബാ ചെല്ലോ, അവിടെ നിന്ന് എടുത്തോ പോയി. വെള്ളത്തിന് വലിയ തണുപ്പില്ല, ശകലം. ബാ അകത്തോട്ട് നല്ല വെള്ളം എടുക്ക്. ബാ ബാ ഇവിടെ നിന്ന് എടുത്തോ. ബാ എടുത്തോ വെള്ളം. ബാ ബാ. ഓഫ്, അമ്മമാരും വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വരുന്നു. നിങ്ങൾ പോയി ചാടി നീന്താനൊന്നും നോക്കണ്ട കേട്ടോ. ആ ഇറങ്ങിക്കോ, മമ്മി കൈ പിടിച്ചോ. ഇവരും വെള്ളത്തിൽ ഇറങ്ങിക്കോ. ആഴമില്ല പോര്. ഇതേ ഇത്രേ ഉള്ളൂ ആഴം. വെള്ളത്തിന് തണുപ്പില്ലല്ലോ അല്ലേ? പൊന്നെ ഒരു 2-3 ദിവസം മുമ്പൊന്നും നമുക്കിവിടെ വരാൻ പറ്റുമല്ലായിരുന്നു, അതുപോലത്തെ ചൂടായിരുന്നു. പിന്നെ ഇപ്പം മഴയെല്ലാം പെയ്തപ്പം നമുക്കിവിടെ വരാം. തണലത്തോട്ട് വാ, അത് പിന്നെ ഉണങ്ങിക്കോളും. ആണോ? ആ എന്നാൽ ശരി. ഇത് രശ്മി ഇരിക്കുന്നുണ്ടോ അവിടെ? നല്ല മണല്ല ഇത്. എങ്ങനെയാ, ഹാപ്പി അല്ലേ? ഇപ്പം തിരിച്ചു പോകാനുള്ള സമയമായി, 6 മണിയായി. ഒരു 1.5 മണിക്കൂർ നല്ല രസമാണ് വന്നിരിക്കുക ഇവിടെ ഫാമിലിയുടെ കൂടെ, ഒരു കാപ്പിയൊക്കെ കുടിച്ച്. ഇനി വരുമ്പം വെള്ളത്തിൽ ഇറങ്ങി ഒന്ന് കുളിക്കണം. ഞങ്ങൾ പാക്കിംഗ് ചെയ്യട്ടെ ഇനി. പോവാം. കേറിക്കോ. കാലേ മണല്ല. ഒരു മിനിറ്റ്. എന്നാ പറ്റി? ആ ഇട്ടോ. നോ പ്രോബ്ലം. അങ്ങനെ ഞങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ചു പോവുക. നല്ലതല്ലായിരുന്നു അമ്മേ? ടൈം പാസ് ആയോ? ഇനിയും ഇങ്ങനത്തെ കുറെ സ്ഥലങ്ങളുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത്. നമുക്ക് എല്ലായിടത്തും പോവാം. മാനെ കാണാനോ? മാനെ കാണെങ്കിൽ രാത്രിക്ക് വന്നാൽ കാണാൻ. ഇവിടെ പേടിക്കണമെങ്കിൽ ഇതിവിടെ കുറുക്കൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഡേഞ്ചറസ് ആണ്. പിന്നെ പാമ്പ്. നമുക്ക് വരാം ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടി. ഹൈവേയിലോട്ട് കയറാൻ പോവാണ്. ഇഷ്ടം പോലെ വണ്ടിയാണ്. ആ പാലം കണ്ടോ അപ്പറേ? അതിലൊരു റോഡുണ്ട്. എന്നാ ബ്യൂട്ടിഫുൾ എന്നറിയാം.
ജീവൻ പോയത് ചെവി കേൾക്കാതെ മേനത്തെ അമ്മ പൊടിഞ്ഞിട്ട് ഇവിടെ എല്ലാം വന്നോ വണ്ടി കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടോ? ഞങ്ങളെത്തി, വീട്ടിലെത്തി. രശ്മിയൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങും. യെസ്, അമ്മ ഇറങ്ങിക്കോ. ഇറങ്ങിക്കോ. പുറയുന്ന സാധനം എടുത്തോ രശ്മി. मम्मी बंदा की क्यों ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.